എല്ലാവർക്കും നമസ്കാരം. കടലിലൂടെ കപ്പൽ ഓടിച്ചു പോവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ജോലിയാണ്. അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് ഓഷ്യനും ക്രോസ് ചെയ്യാനിടയ്ക്ക് ഞങ്ങൾ മാസങ്ങൾ എടുക്കാറുണ്ട്. നടുക്കടലിൽ വെച്ച് കപ്പലിന് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ ഇവിടുന്ന് സോൾവ് ചെയ്യണം. നമ്മളെ സഹായിക്കാൻ ഒരു വർക്ക്ഷോപ്പോ അതല്ലെങ്കിൽ ഒരു സർവീസ് എഞ്ചിനീയറോ ഇവിടെ വരില്ല. ഫ്ലൈറ്റിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം 2 എഞ്ചിനുള്ളത്. പക്ഷേ ഈ പടുകൂറ്റൻ കപ്പലിന് 22,200 കിലോ വാട്ടുള്ള ഒരൊറ്റ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. അതിനെന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ നമ്മൾ തന്നെ അത് റിപ്പയർ ചെയ്യണം. ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ലോഡ് കയറ്റി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ സമയത്ത് ചരക്ക് അവിടെ എത്തിക്കാൻ വേണ്ടി ശരണം വിട്ട പോലെ കപ്പൽ ഓടിക്കണം. തിരമാലകൾ വന്നാലും കൊടുങ്കാറ്റ് വന്നാലൊക്കെ വെട്ടിച്ചു പോകണം. കാരണം ഈ കപ്പലിന്റെ ഒരു ദിവസത്തെ വാടക, ചാർട്ടർ ഓണർക്ക് കൊടുക്കുന്ന വാടക ഒരു CRന്റെ അടുത്ത് വരും. അപ്പോൾ കപ്പലിന് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ മെയിൻ എഞ്ചിന് എന്തെങ്കിലും പ്രോബ്ലം സംഭവിച്ചാലോ നമുക്കത് റിപ്പയർ ചെയ്ത് എടുക്കാനുള്ള സമയം വളരെ ലിമിറ്റഡ് ആണ്. കണ്ടിന്യൂസ് ചാർട്ടറുടെ ഓണറുടെ ഒക്കെ ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും കാലം നമ്മൾ ഈ സമുദ്രങ്ങളൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടായിരുന്ന മെയിൻ പേടികൾ ഒന്ന് വല്ല സൈക്ലോൺ വരുമോ, അല്ലെങ്കിൽ വലിയ വലിയ തിരമാലകൾ, കൊടുങ്കാറ്റ് ഇതൊക്കെ വരുമോ, അതുമല്ലെങ്കിൽ കടൽ കൊള്ളക്കാർ വരുമോ എന്നൊക്കെയായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ഇറാന്റെ മിസൈൽ വരുമോ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മിസൈൽ വരുമോ, അല്ലെങ്കിൽ അമേരിക്ക തന്നെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുമോ എന്നൊക്കെയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഭയം. ഞാൻ പറഞ്ഞല്ലോ, 2000-ഓളം ഷിപ്പുകൾ ഹോർമോസ് സ്ട്രെയിറ്റിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് ഫുഡ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് ഫുഡ് സാധാരണ ഞങ്ങളെ പോലെയുള്ള കപ്പലുകളിൽ എത്തിക്കാറ് ചെറിയ ബോട്ടിലാണ്. ആ ബോട്ട് 2-3 മാസത്തേക്കുള്ള ഫുഡ് ഒന്നായിട്ട് ഞങ്ങൾ എടുക്കുകയും ഇവിടെ ഫ്രീസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ അവർ ഒരു ചെറിയ ബോട്ട് ഒരു 10-25 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വന്നിട്ട് നമുക്ക് ഈ ഫുഡ് സപ്ലൈ ചെയ്യാൻ ചോദിക്കുന്ന പൈസ $50,000 ഏകദേശം 45 ലക്ഷത്തോളം രൂപ. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ യുദ്ധ ഭൂമിയിലേക്ക് സാധനം എത്തിക്കുക എന്നുള്ള പറഞ്ഞാൽ കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിച്ചാൽ മാത്രമേ നമ്മുടെ എല്ലാം ജീവിതം പഴയതുപോലെ ആവുകയും നമുക്ക് സുലഭ്യമായി പാചകവാതകവും ഇന്ധനവും ലഭിക്കൂ. കൂടാതെ കേരളത്തിന്റെ സാമ്പത്തിക മേഖല ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേൽ US ഇറാൻ ചർച്ചകൾ നല്ല രീതിയിൽ പരിവസിക്കാനും യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കാനും വേണ്ടി നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. താങ്ക് യു.